ലോർഡ്, ദൈവനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ദൈവം ഞങ്ങളെ കൊണ്ടുവന്നു എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. അല്ലാതെ പുകഴുവാനോ പ്രശംസിപ്പാനോ ഒന്നുമില്ല. എൻ്റെ കർത്താവിൻ്റെ കൃപയൊന്നു മാത്രം ഞങ്ങളെ ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. പത്രോസിൻ്റെ ലേഖനത്തിൽ എന്നെ ചിന്തിപ്പിച്ചതായ ഒന്ന് രണ്ട് വാക്യങ്ങളാണ്. ഇത് പത്രോസിൻ്റെ ലേഖനം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചതായ ഒരു പുസ്തകമാണ്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മുൻപേ ഇതെല്ലാം ഇങ്ങനെ ഒത്തിരി പുകഴുവാനുണ്ടായിരുന്നതായ സമയത്ത് ഈ ദൈവത്തിൻ്റെ വചനമാണ് എന്നെ ഇപ്രകാരം ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാനിടയായിത്തീർന്നു. അതാണ് ഞാൻ ആ വാക്യം വായിക്കുവാൻ ഇടയായിത്തീർന്നു. അതിൻ്റെ 1 പത്രോസ് തന്നെ 4-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ ചെയ്യേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഇത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ നാമം ധരിച്ച് എൻ്റെ കർത്താവ് എന്നെ എവിടെയാക്കുന്നു അവിടെയെല്ലാം എൻ്റെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ എൻ്റെ ദൈവം എനിക്ക് ഭാഗ്യം തരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം 1982 ഓഗസ്റ്റ് മാസം 8-ാം തീയതിയാണ് കർത്താവിൻ്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിപ്പാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം ഭാഗ്യം തന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ലോകത്തിൽ ഒന്നും പുകഴുവാനില്ല. ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട്, കേരളത്തിൽ നായർ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് ഞങ്ങൾ തന്നെ വലിയ ജാതിയാണെന്ന് അഭിമാനിച്ചു കൊണ്ടിരുന്നതായ സ്ഥാനത്ത് നിന്ന് ദൈവം ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുവാനിടയായിത്തീർന്നു. അതാണ് ഞാൻ ആദ്യം വായിച്ച വാക്യം. ഞങ്ങൾ വളരെ ഒരു ഉന്നതമായ ജാതിയാണെന്ന് ചിന്തിച്ചിരുന്ന സമയത്ത് എൻ്റെ ദൈവം എന്നെ പഠിപ്പിച്ചതായ കാര്യമാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാക്കി ദൈവം നമ്മെ തീർത്തതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ സാക്ഷ്യം പറയുന്നതിന് മുൻപായി തന്നെ എൻ്റെ ഭർത്താവിൻ്റെ കാര്യമാണ് ആദ്യം പറയേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവനാണ് ആദ്യം ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നത്. താൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ സയൻറ്റിസ്റ്റായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അവിടെ ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു കംപ്ലൈൻറ്റ് അന്വേഷിക്കുവാൻ വേണ്ടിയാണ് താൻ അവിടെ കടന്നു പോകുവാനിടയായിത്തീർന്നത്. അതായത് ഞങ്ങൾ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞതായ സ്ഥലത്തായിരിക്കുമ്പോൾ അവിടെ പ്രാർത്ഥനാ സ്വാതന്ത്ര്യം ഇല്ലാതിരുന്നതായ സമയത്ത് ഒരു കുടുംബം, അതായത് അടിമാലിയിലുള്ള ഒരു കുടുംബം അവരുടെ ആ ക്വാർട്ടേഴ്സിൽ, അവർ പാർക്കുന്ന ക്വാർട്ടേഴ്സിൽ പ്രാർത്ഥിക്കുന്നു. അതിന് അടുത്ത ക്വാർട്ടറിലുള്ളതായ ഒരു വ്യക്തി കംപ്ലൈൻറ്റുമായി കടന്നു വന്നതാണ്. അങ്ങനെ ആ കംപ്ലൈൻറ്റ് അന്വേഷിക്കാനാണ് എൻ്റെ ഹസ്ബൻഡ് അവിടെ കടന്നു ചെല്ലുന്നത്. താൻ ഓഫീസർ ഇൻചാർജ് ആയിരുന്നുകൊണ്ട് അന്വേഷണത്തിന് വേണ്ടി അവിടെ കടന്നു പോകുവാനിടയായിത്തീർന്നു. അവരുടെ പ്രാർത്ഥനയാണ് തന്നെ ഈ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനിടയായിത്തീർന്നു. താൻ ആ പ്രാർത്ഥന നിർത്തുവാൻ വേണ്ടി കടന്നു ചെന്നതായ വ്യക്തിയാണെന്നാൽ ആ പ്രാർത്ഥനയിൽ ദൈവം തന്നോട് ഇടപെടുവാനിടയായിത്തീർന്നു. താൻ അന്ന് ഒരു നിരീശ്വരവാദിയായി തനി ദൈവമില്ല പിശാചുമില്ലെന്ന് പറഞ്ഞ് വാദിച്ച് നടക്കുന്നതായ സമയങ്ങളിൽ ആ ഭവനത്തിൽ കടന്നു ചെന്നപ്പോൾ തൻ്റെ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാനിടയായിത്തീർന്നു. പക്ഷേ എനിക്കൊട്ടും തന്നോട് ചേർന്ന് പോകുവാൻ ഒട്ടും ഇഷ്ടമില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ആ ജാതി വലുത് എന്നുള്ളതായ ചിന്തയോടുകൂടി ആയിരുന്ന ആ സമയങ്ങളിൽ ദൈവം എന്നെയും ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുവാനിടയായിത്തീർന്നു. അതുമാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ ദൈവം നൽകിയിട്ടുണ്ട്. ഇത് ഇളയ മകനാണ് ഇവിടെയുള്ളത്. എൻ്റെ മൂത്ത മകൻ ബോസ്റ്റണിലുണ്ട്. ഞങ്ങൾ അപ്രകാരം കുഞ്ഞുങ്ങളുടെ ചെറുപ്രായത്തിൽ തന്നെ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നു. എൻ്റെ ഭർത്താവിൻ്റെ സ്നാനത്തിനാണ് ആദ്യമായിട്ട് എന്നെ ചർച്ചിൽ കൊണ്ടുപോകുന്നത്. അത് ചർച്ചിൽ പോകുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലിയില്ലെന്ന് നന്നായിട്ടറിയാം. ഈ ലോകത്തിൽ ജീവിക്കണമെന്ന് യാതൊരു താല്പര്യമില്ലാതെ ആത്മഹത്യ മാത്രം മതി, അത് മാത്രമേ എനിക്കൊരു സമാധാനമില്ല, ജീവിതത്തിലൊരു സ്വസ്ഥതയില്ല, സമാധാനമില്ല എന്ന് ചിന്തിച്ച് ആത്മഹത്യ ചെയ്യണം എന്നെല്ലാം പലപ്പോഴും ചിന്തിച്ചതായ സമയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഈ ലോകത്തിൽ പ്രകാരം ചിന്തിക്കുകയാണെങ്കിൽ എല്ലാ നന്മകളുണ്ട്, ജോലിയുണ്ട്, സ്വത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സമാധാനം മാത്രം ജീവിതത്തിൽ ഇല്ലായിരുന്നു. ആ സ്ഥാനത്ത് ദൈവം ഞങ്ങളെ ഈ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാനിടയായിത്തീർന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നതെന്ന് പറഞ്ഞ ആ കർത്താവിൻ്റെ സമാധാനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ദൈവം ഇടയാക്കി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ലോകപ്രകാരം എന്തെല്ലാം നേടിയാലും
ഒന്നുമില്ല എന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ പഠിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. കഴിഞ്ഞ 44 കൊല്ലം ഈ കർത്താവിനെ സേവിപ്പാൻ ദൈവം ഭാഗ്യം തന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും എൻ്റെ കർത്താവ് എവിടെ അയച്ചാലും അവിടെ എല്ലാം കർത്താവിന് വേണ്ടി നിൽപ്പാൻ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. എൻ്റെ പ്രിയപ്പെട്ടവൻ കർത്തൃസന്നിൽ 22 ജൂലൈ മാസം 20-ാം തീയതി കർത്താവിൻ്റെ സന്നിൽ ചേർക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. അതിനുശേഷമാണ് ഞാൻ ഇങ്ങനെ കുഞ്ഞുങ്ങളോട് കൂടെ ഇങ്ങനെ ഇവിടെ ആയിരിക്കുന്നത്. അതിനു മുൻപ് ഞങ്ങൾ രണ്ടുപേരും കൂടി 2006 മുതൽ പല പ്രാവശ്യം അമേരിക്കയുടെ പ്രദേശത്ത് കടന്നു വന്ന് ഞങ്ങൾ കടന്നുപോയി. അന്ന് താൻ ജോലിയിലിരിക്കുന്ന സമയമാണ്. ലീവെടുത്ത് ഞങ്ങൾ വരും. ഓരോ 3 വർഷം കൂടുമ്പോഴും ഞങ്ങളിവിടെ കടന്നു വരുമായിരുന്നു. അങ്ങനെ കടന്നു വന്നു. പക്ഷെ ഞങ്ങൾക്കിവിടെ ഒട്ടും താല്പര്യമില്ല. ഇങ്ങനെ ഒതുങ്ങിപ്പോകുന്നതായ ഒരവസ്ഥയായതുകൊണ്ട്, ഒട്ടും താല്പര്യമില്ലാത്തത് കൊണ്ട് ഇനി ഇങ്ങോട്ട് വരുന്നില്ല എന്ന് തന്നെ പറഞ്ഞു. 2016 ഞങ്ങളുടെ വിസ എല്ലാം തീർന്നു. വിസ പുതുക്കുവാനും താല്പര്യമില്ലാതെ വണ്ണം ഞങ്ങൾ അങ്ങനെ ഇരിക്കുന്നതായ സമയമായിരുന്നു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവൻ കർത്തൃസന്നിൽ ചേർക്കപ്പെട്ടതിന് ശേഷം തനിയെ ആയതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ കുഞ്ഞുങ്ങളോട് കൂടെ ഇവിടെ ആയിരിക്കുന്നു. പക്ഷേ സ്ഥിരം ഞാൻ ഇവിടെ ഇല്ല. ഞാൻ 6 മാസം കൂടുമ്പോഴും 4 മാസം കൂടുമ്പോഴും ഇപ്പോഴും എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആയിരിക്കുന്ന ആ സമയങ്ങൾ ഇത്രത്തോളം ദൈവം ഞങ്ങളെ സന്തോഷത്തോടെ ദൈവം നിർത്തുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. കുഞ്ഞുങ്ങളോട് കൂടെ ആയിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എൻ്റെ കർത്താവ് എന്നെ വിളിച്ചത് അതിനല്ലല്ലോ. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചിരിക്കുമ്പോൾ ഈ കർത്താവിൻ്റെ വചനമായി ദൈവം എവിടെ അയച്ചാലും അവിടെ എല്ലാം കടന്നുപോയി എൻ്റെ കർത്താവിനെ സാക്ഷിപ്പാൻ എൻ്റെ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെന്നും. ഞങ്ങൾ എറണാകുളം സെൻറ്ററിനോടുള്ള ബന്ധത്തിൽ നിൽക്കുന്നത് കൊണ്ട് എറണാകുളം സെൻറ്ററിൻ്റെതായ പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും കടന്നുപോയി. എറണാകുളം, ആലപ്പുഴ ജില്ലകളിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പല ജില്ലകളിലും കടന്നുപോയി എൻ്റെ കർത്താവിനെ ഉയർത്തുവാൻ പല സ്ഥലങ്ങളിലും കടന്നുപോയി ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ ആരാധിപ്പാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമായിരുന്നു. സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്ന് കർത്താവിൻ്റെ ദാസൻ പൗലോസ് പറയുന്നത് പോലെ അതാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ഒരു ഭാരമായിരിക്കുന്ന ഒരു വിഷയം. അതുമാത്രമാണ്, സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവുമില്ലല്ലോ. ഈ 74-ാമത്തെ വയസ്സിലും എൻ്റെ കർത്താവിനെ ഉയർത്തുവാനും എൻ്റെ കർത്താവിൻ്റെ വചനമായി ദൈവം എന്നെ എവിടെ അയക്കുന്നുവോ അവിടെ എല്ലാം കടന്നുപോയി കർത്താവിനെ സാക്ഷിപ്പാൻ ഞാൻ ഇന്നും ആഗ്രഹിക്കും, പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുമാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹവും എൻ്റെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയും. അത് തന്നെയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിനു വേണ്ടി ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടായിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന മുഖാന്തരം എല്ലാവരും ഞങ്ങളെ ഉപേക്ഷിച്ചു. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ എല്ലാവരും ഞങ്ങളെ ഉപേക്ഷിച്ചു. എങ്കിലും എൻ്റെ കർത്താവിനെ ചേർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ആദ്യമായി ദൈവശബ്ദം കേൾക്കുന്നത് എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു എങ്കിലും യഹോവ എന്നെ ചേർത്ത് കൊള്ളുന്നുള്ളതായി ദൈവത്തിൻ്റെ ശബ്ദം എൻ്റെ ഭവനത്തിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടതായ സമയത്ത് ആ ദൈവശബ്ദം കേൾപ്പാൻ ദൈവം ഇടയാക്കി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അന്ന് മുതൽ ഇതുവരെയും പലപ്പോഴും ദൈവശബ്ദം എൻ്റെ കാതിൽ മുഴങ്ങി കേട്ട് എന്നെ പലപ്പോഴും തടത്തുന്നോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവവചനമാണ് ഇത്രത്തോളം, ഈ ദൈവത്തിൻ്റെ ശബ്ദമാണ് ഇത്രത്തോളം എന്നെ നിർത്തിയതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അന്ന് മുതൽ ഇതുവരെയും എൻ്റെ കർത്താവ് വിളിച്ച് വേർതിരിച്ച നാൾ മുതൽ ഇതുവരെയും എൻ്റെ കർത്താവ് നടത്തുന്ന എല്ലാ വഴികൾക്കുമായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പറയുകയാണെങ്കിൽ ഒത്തിരി പറയുവാനുണ്ട്, ഒത്തിരി സാക്ഷ്യം പറയുവാനുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് കേൾക്കേണ്ടതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം നടത്തിയതായ വഴികളെ ഓർക്കുമ്പോൾ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ഞങ്ങളെ വീട്ടിൽ കൈക്കൊള്ളാതിരുന്നതായ സ്ഥാനത്ത് ഇത് ഞങ്ങൾ പാർക്കുന്നതായ ഞങ്ങളുടെ ഭവനത്തിൽ തന്നെ, ഭവനത്തിലല്ല ഞങ്ങളുടെ കോമ്പൗണ്ടിൽ തന്നെ ഒരു ചർച്ചുണ്ട്. ഇന്ത്യ പെന്തിക്കോസ്ത് സഭയുടെ ഒരു നല്ല ഒരു ചർച്ച് അവിടെയുണ്ട്. അവിടെ 10-70 വിശ്വാസികൾ അവിടെ വന്ന് ആരാധിക്കുന്നുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു സന്തോഷമാണ്. കടന്നു ചെന്നാൽ ദൈവമക്കളോട് ചേർന്ന് ആരാധിപ്പാൻ, സന്തോഷിപ്പാനും കർത്താവിൻ്റെ വേലയ്ക്ക് ഭാഗമായി തീരുവാൻ എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതും വളരെ സന്തോഷത്തോടു കൂടി ഓർക്കുന്നു. ത്തിൽ ഒരു വിഷയം കൂടി ഞാൻ പറയുകയാണ്. ഞങ്ങളുടെ ആ സഭയിൽ വളരെ ജനം ഒറ്റക്കെട്ടായി നിന്ന്
പ്രാർത്ഥിക്കുകയും ആത്മാർത്ഥതയോടെ നിൽക്കുന്നു. ദൈവം രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്ത് കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത് പോലെ അനേകരെ അവിടെ കടന്നു ആരാധിപ്പാൻ ദൈവം ഭാഗ്യം തന്നു. അതിൻ്റെ ഔട്ട്സ്റ്റേഷൻ വർക്കായിട്ട് വേറെ 2 ചർച്ചുകൾ വന്നതുകൊണ്ടാണ് 100 ചില്ലാനും ആൾക്കാർ അവിടെ സ്നാനപ്പെട്ടവരുണ്ടെന്നാൽ പല സ്ഥലങ്ങളിലും വേല ആരംഭിച്ചതുകൊണ്ട് അവരവിടേക്ക് കടന്നു പോകുവാനിടയായിത്തീർന്നു. ഇപ്പോഴും 70-75 പേരോളം കടന്നു വന്ന് ആരാധിക്കുന്നു. ദൈവമക്കൾ ആ ചർച്ചിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. വിശേഷാൽ ഒരു വിഷയം കൂടി പറയുന്നു. കർത്താവിൻ്റെ ദാസൻ കഴിഞ്ഞ ദിവസക്കാലം ശുശ്രൂഷിപ്പാൻ കഴിയാതെ വണ്ണം ഡെങ്കിപ്പനിയാൽ ഭാരപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്നു. ആ ദൈവദാസനെ ഓർത്ത് ഈ സമയം ദൈവസഭ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാനെൻ്റെ സാക്ഷ്യത്തിലിരിക്കുന്നു.